ആണ്. ഞാൻ 2014 പാസ് ഔട്ട് ബാച്ചാണ്. ഈ സ്കൂളിൽ കുറേ കാലത്തിന് ശേഷം വന്നപ്പോൾ വളരെയധികം ഒരു മെമ്മറീസാണ് ഉള്ളത്. ഈ സ്കൂളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഹോളിഡേ സ്കൂൾ. അതേപോലെ തന്നെ ജോസഫ് സാർ, ശ്രീദേവി ടീച്ചർ, ലത ടീച്ചർ, ഇതൊക്കെ ലൈഫിൽ എന്നും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കും. കാരണം അവരൊക്കെ അത്രയ്ക്കും നമ്മളെ സ്കൂൾ ഫീലിംഗ് ആണ് ഈ സ്കൂളിൽ നിന്ന് തന്നിരിക്കുന്നത്. ഈ സ്കൂളിലത്തെ ഓരോ കാര്യമാണെങ്കിലും ഈ ഡിസിപ്ലിൻ, ഇപ്പോൾ നമ്മളെയൊക്കെ പഠിച്ച ബാച്ചിൽ ഒരു 10-15 ഇയേഴ്സ് മുമ്പൊക്കെയുള്ള സ്റ്റുഡൻസിനും ഇപ്പോഴത്തെ സ്റ്റുഡൻസിനുമൊക്കെ വളരെയധികം ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നേച്ചറും ഒരു വൈബൊക്കെയാണ് ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സ്കൂളിൽ നിന്ന് വളരെയധികം നമുക്കൊക്കെ ഓരോ ഹാപ്പിനെസ്സും ഓരോ സക്സസ്ഫുള്ളും നമ്മുടെയൊക്കെ കരിയറിൽ തന്നെ വളരെയധികം ഉയർച്ചയിലേക്കും എത്താനുള്ള ഒരു വഴി കാട്ടിയ ഒരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ വി ആർ സോ താങ്ക്ഫുൾ ടു ദി സ്കൂൾ, ഹോളിഡേ സ്കൂൾ. ഇനി നമ്മുടെയൊക്കെ ഒരു ഫ്യൂച്ചർ ജനറേഷനിൽ നമുക്കൊക്കെ കുട്ടികളുണ്ടാവുമ്പോൾ നമ്മുടെയൊക്കെ മക്കളെയും ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു ഡ്രീമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോ താങ്ക് യു. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റീനെയൊക്കെ നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ട് മാത്രമാണ്. ഇനിയുള്ള വർഷങ്ങളിലും ഇതേപോലെ തന്നെ മീറ്റിങ്സും ഈ ഹാള് നിറയട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ലൈഫ് ഫസ്റ്റ് ഫ്രം സ്കൂൾ. പിന്നെ ഈവൻ സ്ട്രിക്റ്റ് ഒരു പേരുണ്ടെങ്കിൽ എനിക്ക് ഓൾ ടീച്ചേഴ്സ് ആർ ഫ്രണ്ട്ലി. ഓൺലി മെമ്മറീസ് എല്ലാവരും തിരിച്ച് കാണാൻ പറ്റി. അപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. പിന്നെ സ്കൂള് വിട്ടുപോയപ്പോഴാണ് സ്കൂളിൽ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അക്കാഡമിക്സ് വൈസ് ആയാലും ഡിസിപ്ലിൻ വൈസ് ഒക്കെ ആയാലും നല്ല വ്യത്യാസം അറിയിട്ട്. സോ ഇത് എല്ലാവരും നടത്തണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ LKG മുതൽ +2 വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ 14 വർഷം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സിൻ്റെ കൂടെയും ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടൊരു പരിചയം എന്ന് പറയാം. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ അത് നന്നായിട്ട് റോബോട്ടിക്സ് ലാബൊക്കെ കണ്ടു. പിന്നെ ഇവിടെ കുറേ ടീച്ചേഴ്സ് ഓടണ്ടെന്നൊക്കെ പറയും കോറിഡോറിൽ. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഓടി കളിച്ച ആ ഒരു ഓർമ്മ ഗ്രൗണ്ടിൽ എല്ലാപ്പോഴും ഓടുക. പിന്നെ അങ്ങനെ തന്നെ ക്ലാസ്സൊക്കെ കുറേയൊക്കെ എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേർ ഒരേ പാസ് ഔട്ട് ബാച്ചാണ്, 2023 batch. We used to have a lot of fun over here. We were very naughty. We used to always speak Malayalam rather than speaking English. We used to get lectures. I was the only proper idiot. We had lectures from principal ma'am that we have to speak in English, but whenever and we used to have the first time we had Onam celebration, Christmas celebration, sports and tour, Wonderla tour. We were the first batch had Wonderla tour. Night party. Night party. Like busle നമ്മൾ ഡാൻസ് കളിച്ചു. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ PT ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ഓഡിറ്റോറിയം. അവിടെയാണ് ആ സ്റ്റേജ്. അതൊന്നും മറക്കാൻ പറ്റില്ല. It's really a nice moment for us. അടിപൊളിയായിരുന്നു. എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. പിന്നെ പഴയ ബാച്ചിനെ കണ്ടുകൂട്ടി, എല്ലാ ടീച്ചേഴ്സിനെ കണ്ടു. ഇപ്പോൾ നല്ല സന്തോഷമായി, ഹാപ്പി ആയി, നല്ല നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ട്.